എനിക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടബിൾ. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ബുക്ക് നോക്കണമെങ്കിൽ, എന്തെങ്കിലും അറിയാത്ത ഇതുണ്ടെങ്കിൽ, ടോപ്പിക് ഉണ്ടെങ്കിൽ വീഡിയോ പിന്നെയും കാണാം, പിന്നെയും ബുക്ക് നോക്കിയിട്ട് ഓരോരോ ബുക്ക് നോക്കിയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട്. എനിക്ക് ഡോപ്പയിലെ ക്ലാസ്സൊക്കെയാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയുള്ളത്. ഫിസിക്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും കുഴപ്പമുള്ളത്. അപ്പോൾ ഫിസിക്സും എനിക്ക് പഠിക്കാൻ സിമ്പിളായിട്ട് ഇവിടുത്തെ ഫിസിക്സാണ് തോന്നിയത്. അതും എല്ലാ സാറുമാരും എടുക്കുന്നത് നല്ല ക്ലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഡോപ്പയിൽ തന്നെ. ലൈവ് ഉണ്ടാവും, ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈവ് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചാൽ അപ്പോൾ തന്നെ അവർ പറഞ്ഞു തരും. അങ്ങനെ എല്ലാ രീതിയിൽ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡോപ്പയിൻ്റെ ആപ്പിൽ തന്നെ ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക്. അത് വെച്ച് ചെയ്യാം. പിന്നെ കോഡ് ബ്ലൂ മെറ്റീരിയൽ, അതാണ് കൂടുതൽ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതിനെ കൊണ്ട് അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞ കൊല്ലം വന്നിരിക്കുന്നു, അത് എഴുതാൻ പറ്റും. ഒന്നാമത് ഫോണാണ് കൈമേലുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ യൂട്യൂബിൽ പോകാനുള്ള ഒരു സാധനം ഉണ്ട് അവിടെ. അപ്പോൾ യൂട്യൂബ് നോക്കാതെക്കുക, പിന്നെ വേറെ ഒന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നോക്കാതെക്കുക. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ പഠിച്ചു നിൽക്കുക. പിന്നെ വീട്ടിലാരെയും വന്നാൽ നമ്മൾ പഠിക്കുന്നതോട് തന്നെ നിൽക്കുക, ഒരു വന്ന് പോയിക്കോളും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞ് ലൈവ് എടുക്കും, പിന്നെ ആ എക്സാം തന്നെ എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പഠിക്കും. അത് കഴിഞ്ഞ് മന്ത്ലി എക്സാം, അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി അത് തന്നെ എടുക്കുന്നുണ്ട് എക്സാം. അപ്പം ഒന്നുകൂടി ആ ചാപ്റ്റേഴ്സ് തന്നെ ഒന്നുകൂടി നോക്കൂ. അപ്പോൾ റിവിഷൻ കൂടെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് മാരത്തോൺ എക്സാം ആയിരുന്നു കൂടുതൽ യൂസ്ഫുൾ ആയിരുന്നത്. മാരത്തോണിൽ ഫസ്റ്റ് ഡേ പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നെ മറന്നു പോകുമല്ലോ. അപ്പോൾ അത് പിന്നെയും കുറേ എക്സാം എഴുതിയിട്ട് അത് പിന്നെയും കവർ ചെയ്യാൻ പറ്റും. ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ഫോണ് ഫ്രണ്ട്സ് ഓരോരുത്തർ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സങ്കടാവശ്യമാണ് മൈൻഡൊക്കെ ഉണ്ട്. അതെ, നമ്മൾ കൂടെ പഠിച്ചവർ വേറെ കോളേജ് പഠിക്കുന്നത് കാണുന്നുണ്ട്, അങ്ങനെ പലതും കാണുന്നുണ്ട്. അപ്പം സങ്കടമൊക്കെ വരും, എന്നാലും കാര്യമൊക്കെ ഉണ്ടാവും പഠിച്ചോ. എന്താണ് ഓൺലൈനാണെന്ന് വിചാരിച്ചത് നമ്മൾ വേറെ കല്യാണത്തിന് പോവാ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകരുത്. നമ്മൾ പഠിക്കാനുള്ളത് പഠിച്ചിട്ട് ഇതിലെത്തിയതിന് ശേഷം മാത്രം അങ്ങനെ പോകണം. അത് എനിക്ക് ഡോപ്പയിലെ ക്ലാസ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഡോപ്പ എടുത്തത്. എന്നോട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്ന് മാറ്റി നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഡോപ്പേൻ്റെ കുഴപ്പമില്ലല്ലോ, ഞാൻ പഠിക്കുന്നതിന് കുഴപ്പമാണ്. അപ്പോൾ ഞാൻ തന്നെ പഠിച്ചല്ല. ഞാൻ ഡോപ്പയിൽ പറയുന്ന അതേ രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഇവിടുത്തെ എക്സാം എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ സാറന്മാർ പറയുന്ന അതേമാതിരിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, അത് ഡോപ്പയിൽ തന്നെ.